എല്ലാവർക്കും ടീച്ചറിന്റെ ഹാപ്പി മദേഴ്സ് ഡേ. അപ്പോൾ ഇന്ന് മദേഴ്സ് ഡേ ആയിട്ട് ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ റെസിപ്പി ചെയ്യാം. അപ്പോൾ ഇത് ഉണ്ടാക്കുന്നത് ബ്രെഡ് കൊണ്ട് സമോസയാണ് ഉണ്ടാക്കുന്നത്. ഇതേപോലെ ബ്രെഡ് കൊണ്ട് സമോസ ഉണ്ടാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് നല്ല എളുപ്പമാണ്. സാധാരണ നമ്മൾ സമോസ ഉണ്ടാക്കണ പോലെ ഷീറ്റ് ഒന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ഇതിലേക്കുള്ള ഫില്ലിങ് മാത്രമേ ഉണ്ടാക്കിയാൽ മതി. പിന്നെ സമോസ നമ്മൾ വറുത്തെടുത്ത് കഴിഞ്ഞാലും തണുത്ത് കഴിഞ്ഞാലും ഇത് നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. പിന്നെ മിക്കവരും പറയുന്ന ഒരു പരാതിയാണ് നമ്മൾ ബ്രെഡ് കൊണ്ട് ഉണ്ടാക്കുന്ന സാധനങ്ങൾ ഓയിൽ ഇട്ടിട്ട് പൊരിച്ചിട്ട് എടുക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നന്നായിട്ട് ഓയിൽ കുടിക്കുന്നത്. പക്ഷെ തീ നന്നായിട്ട് കൂട്ടി വെച്ചിട്ട് നമ്മൾ ബ്രെഡ് കൊണ്ട് ഉണ്ടാക്കുന്ന എന്ത് സാധനം വറുത്തെടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ഒട്ടും ഓയിൽ കുടിക്കില്ല. അപ്പോൾ നമുക്ക് നോക്കാം ഇതേനെ റെഡിയാക്കാന്ന്. ഈ നമുക്ക് സമോസയിലേക്കുള്ള മസാല ഉണ്ടാക്കാം. അപ്പോൾ ഞാനിവിടെ ഉരുളൻകിഴങ്ങിൻ്റെ മസാലയാണ് ഉണ്ടാക്കുന്നത്. ഞാനിവിടെ ഇതേപോലത്തെ 2 ഉരുളൻകിഴങ്ങ് പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഉരുളൻകിഴങ്ങ് നന്നായിട്ട് വേവണം കേട്ടോ, കാരണം എന്നാലും നമുക്ക് ഈ മസാലയിൽ ശരിക്കും നന്നായിട്ട് അങ്ങോട്ട് ഉടച്ച് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. പിന്നെ ഒരു മീഡിയം സവോള നല്ല പൊടിയായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു 4 വലിയ വെളുത്തുള്ളി, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് എടുക്കുക. ഞാനിവിടെ ചെറിയ ടൈപ്പ് പച്ചമുളക് ഒരു 3 പച്ചമുളകാണ് എടുത്തേക്കുന്നത്. ഇത് 3 നല്ല പൊടിയായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കുക. പിന്നെ മല്ലിയില എടുത്തിട്ടുണ്ട്. ഇനി നിങ്ങളുടെ അടുത്ത് മല്ലിയില ഇല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മല്ലിയില ചേർത്തില്ലെങ്കിൽ കുഴപ്പമില്ല. കറിവേപ്പില ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറിവേപ്പിലയും കൂടിയും ചേർക്കണം. ഇനി ഇതിലേക്ക് മസാലപ്പൊടികളായിട്ട് സാധാരണ നമ്മൾ കറിയിലേക്കൊക്കെ ചേർക്കണം. മഞ്ഞൾപ്പൊടി ചേർക്കും, മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല. പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും ചേർക്കുന്നുണ്ട്. മുളക് പൊടിയും മല്ലിപ്പൊടിയും നമ്മൾ വളരെ കുറച്ച് മാത്രമേ ചേർക്കുള്ളൂ, ഒരു പേരിന് മാത്രമേ ചേർക്കുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ എരിവിനനുസരിച്ചിട്ട് നിങ്ങൾ പച്ചമുളക് ചേർത്ത് കൊടുക്കണം. പിന്നെ കുരുമുളക് എന്നാലും ഒരുപാട് ചേർക്കില്ല. അപ്പോൾ ഇത്രയ്ക്ക് സാധനങ്ങളാണ് ഇതിലേക്കുള്ള മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേണ്ടത്. പിന്നെ ഫസ്റ്റ് നമ്മൾ ഇതിലേക്ക് കടുകും പൊട്ടിക്കും. ഈ മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് ചൂടാക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ചേർക്കാം. അത് നമുക്ക് ഇഷ്ടമുള്ള ടൈപ്പ് ഓയിൽ ചേർക്കാം. ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ കടുക് ചേർക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് ചെറിയ ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 2 നുള്ളു ചെറിയ ജീരകം കൂടിയും ചേർക്കാം. അത് കടുക് പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ചേർത്താൽ മതി. അപ്പോൾ കടുക് പൊട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്നും മൊരിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇതിലേക്ക് നമുക്ക് സവോള ചേർക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ ഈ സവോള അങ്ങോട്ട് ചേർത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ സവോളയുടെ ഉള്ളിലുള്ള വെള്ളം കൊണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും നമുക്ക് ശരിക്കാണ്ട് മൊരിഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മൾ ആ മസാലയുടെ കൂടെ ഇഞ്ചി വെളുത്തുള്ളിയും കടിക്കുമ്പോൾ ചിലപ്പോൾ ഒരു പച്ച ടേസ്റ്റ് വരും. ഇത് മൊരിഞ്ഞ് നല്ലൊരു ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇതിലേക്ക് സവോളയും പച്ചമുളകും ചേർക്കാം. ഇതെല്ലാം നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർക്കാം. ഫസ്റ്റ് മഞ്ഞൾപ്പൊടി ചേർക്കാം. മഞ്ഞൾപ്പൊടി ഞാനിതിലേക്ക് ഒരു 1/4 ടേബിൾ സ്പൂണാണ് ചേർക്കുന്നത്. ഇനി മഞ്ഞൾപ്പൊടി ഇതിൽ കിടന്നിട്ട് മൊരിഞ്ഞിട്ട് ആ മഞ്ഞൾപ്പൊടിയുടെ ആ പച്ച ടേസ്റ്റ് മാറണം. അപ്പോൾ മഞ്ഞൾപ്പൊടി ഇതിനകത്ത് കിടന്നിട്ട് നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മല്ലിപ്പൊടി ചേർക്കാം. മല്ലിപ്പൊടി ഞാനിതിലേക്ക് 1/2 ടേബിൾ സ്പൂണാണ് ചേർക്കുന്നത്, കൂടുതൽ ചേർക്കണ്ട. അപ്പോൾ മല്ലിപ്പൊടിയും ഇതിൽ കിടന്നിട്ട് നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് മുളക് പൊടി ചേർക്കാം. ഞാനിതിലേക്ക് ഏകദേശം ഒരു ഇത്രയൊക്കെ ചേർക്കണുള്ളൂ, ഒരു 1/4 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത്. ഒരു 1/4 ടേബിൾ സ്പൂൺ ഇല്ല കേട്ടോ, കുറച്ച് ചേർത്താൽ മതി. മുളക് പൊടി പെട്ടെന്ന് അങ്ങോട്ട് മൊരിയും. അപ്പോൾ അതുകൊണ്ടാണ് മസാലപ്പൊടികളിൽ ഏറ്റവും ലാസ്റ്റ് നമ്മൾ മുളക് പൊടി ചേർക്കുന്നത്. അപ്പോൾ എല്ലാ മസാലപ്പൊടികളും ഇതിൽ കിടന്നിട്ട് നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുരുമുളക് പൊടിയും ചേർക്കണം, ഗരം മസാലയും ചേർക്കണം. അതിന് മുമ്പായിട്ട് ഇതിലേക്ക് നമുക്ക് പുഴുങ്ങി വെച്ചേക്കണ ഉരുളൻകിഴങ്ങ് ചേർക്കാം. വേണമെന്നുണ്ടെങ്കിൽ കൈ കൊണ്ടൊന്ന് ഉടച്ചിട്ട് ചേർക്കാം. ഇതിപ്പോൾ നല്ല ചൂടുണ്ട്, അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് ഉടഞ്ഞോളൂ. ഞാനിതിലേക്ക് ഒരു 1/4 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് നല്ല സ്പൈസി ആയിട്ട് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതനുസരിച്ചിട്ട് കൂടുതൽ ചേർക്കാം. ഇതിലേക്ക് ഞാനിവിടെ ഒരു 1/4 ടേബിൾ സ്പൂൺ ഗരം മസാലയും ചേർക്കുന്നുണ്ട്. അല്ലെങ്കിൽ ആ ഗരം മസാല നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് മല്ലിയിലയും ചേർക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഇത് ചൂടാറി കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഫില്ലിംഗ് ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ട്. ചൂടോട് കൂടിയിട്ട് വെക്കരുത്. അപ്പോൾ അത് ചൂടാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. ഇനി നമുക്ക് സമോസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഓരോ സ്ലൈസ് ബ്രെഡ് എടുക്കുക. ഈ ബ്രെഡിൻ്റെ ഈ 4 സൈഡാണ് കട്ട് ചെയ്ത് മാറ്റുക. ഈ മുരിഞ്ഞിരിക്കുന്ന ഈ സൈഡ് നന്നായിട്ട് കട്ട് ചെയ്ത് മാറ്റണം. ഇത് നല്ല കനം കുറച്ചിട്ട് പരത്തിയിട്ട് എടുക്കുക.
അപ്പോൾ ഇത് ഞാനിവിടെ നല്ല കനം കുറച്ച് പരത്തിയെടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്ക് 2 പീസായിട്ട് കട്ട് ചെയ്യാം. ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് 2 പീസായിട്ട് കട്ട് ചെയ്യാം. അപ്പോൾ ഇതേപോലെ ഇങ്ങനെ നല്ല കനം കുറഞ്ഞിരിക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മളിത് ഫോൾഡ് ചെയ്യുമ്പോൾ ഇങ്ങോട്ട് വിട്ടുപോകും. അപ്പോൾ ബാക്കിയുള്ളതെല്ലാവരും ഇതേപോലെ ഇങ്ങനെ 2 പീസായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കുക. ഇനി ഇതിൽ നിന്ന് ഓരോ സ്ലൈസ് ബ്രെഡ് എടുക്കുക. ഞാനിവിടെ ഈ സൈഡിലും പിന്നെ ഈ സൈഡിലാണ് മൈദയുടെ പേസ്റ്റ് തേക്കുന്നത്. ഈ പിന്നെ വേറെ എവിടെയെങ്കിലും ആവശ്യം വരികയാണെങ്കിൽ നമുക്ക് അതനുസരിച്ചിട്ട് തേച്ച് കൊടുക്കാം. ഇനി ഇത് ഫോൾഡ് ചെയ്യുക. ഫോൾഡ് ചെയ്യുമ്പോൾ ഈ മൈദ തേച്ചേക്കുന്ന സൈഡല്ല ഫോൾഡ് ചെയ്യേണ്ടത്, ഈ സൈഡ് ഒരു ഹാഫ് ഫോൾഡ് ചെയ്യുക. എന്നിട്ട് മറ്റേ സൈഡ് ഇങ്ങോട്ടേക്ക് ഇങ്ങനെ ഫോൾഡ് ചെയ്യുക. അപ്പോൾ ഈ സൈഡിൽ നമ്മളിവിടെ മൈദ തേച്ചിട്ടുണ്ട്. വാട്ടർ ഇല്ലയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളതനുസരിച്ചിട്ട് മൈദ തേച്ച് കൊടുക്കണം. നന്നായിട്ട് ഇങ്ങനെ ഒന്ന് ഒതുക്കിയിട്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ ഈ മൂല ഇരുന്നാലും നന്നായിട്ട് ഒട്ടിക്കോളും. കുഴിച്ചിട്ട് ചെയ്യുക. ഇപ്പോൾ ഇവിടെ നന്നായിട്ട് ഒട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ നമുക്കൊരു കോണിൻ്റെ ഷേപ്പായിട്ട് കിട്ടും. ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഫില്ലിങ് വയ്ക്കാം. അപ്പോൾ ഈ ജോയിൻറ്റ് നമ്മൾ നന്നായിട്ട് കൈ കൊണ്ട് പ്രസ് ചെയ്ത് ഒട്ടിച്ച് കൊടുക്കണം. ഫില്ലിങ് വെക്കുമ്പോൾ നന്നായിട്ട് ചൂടാറണം. പിന്നെ ഫില്ലിങ് ഒരുപാട് ഇങ്ങനെ മുകളിലേക്ക് പൊന്തി നിൽക്കരുത്. കൈ കൊണ്ട് നന്നായിട്ട് ഉള്ളിലേക്ക് അമർത്തി വെച്ച് കൊടുക്കുക. കാരണം കുറേ അങ്ങോട്ട് മുകളിലേക്ക് നിന്നിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് പാടായിരിക്കും. കൈ കൊണ്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ ഇവിടെ ഈ 2 സൈഡ് ഉണ്ടല്ലോ, ഈ താഴെ ഇരിക്കുന്ന സ്ഥലമല്ല, ഇവിടെ മുകളിൽ പൊന്തിയിരിക്കുന്ന സ്ഥലം ഉണ്ടല്ലോ, ഇവിടെ നമുക്ക് കുറച്ച് മൈദയുടെ പേസ്റ്റ് തേക്കാം. ആ സൈഡിൽ നമ്മൾ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ പരത്തിയിട്ട് എടുക്കുമ്പോൾ ഈ എഡ്ജ് എങ്ങാനും കനം കൂടിയിട്ടുണ്ടെങ്കിൽ നമുക്കത് ശരിക്കാണ്ട് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഇനി ഇത് ഫസ്റ്റ് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ കറി എങ്ങാനും കൂടുതൽ വെച്ചിട്ടുണ്ടെങ്കിൽ കറി നമ്മളതുകൊണ്ട് ക്ലോസ് ചെയ്യുമ്പോൾ എല്ലാം കൂടിയിട്ട് പുറത്തേക്ക് വരും. ഇങ്ങനെ ക്ലോസ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഈ പൊന്തി നിൽക്കണ്ടല്ലോ, അത് ഇതിനോട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക. ആ പൊന്തി നിൽക്കുന്നത് അത്രയ്ക്ക് അങ്ങോട്ട് ഉള്ളിലേക്ക് നമുക്ക് ഈ ഇപ്പുറത്തെ സൈഡിലേക്ക് അങ്ങോട്ട് മടക്കി ഫോൾഡ് ചെയ്യാനുള്ളത് ഉണ്ടാവില്ല. പക്ഷേ ആ ജോയിൻറ്റ് നന്നായിട്ട് അങ്ങോട്ട് കൂടിയിരുന്നാൽ മതി. ഇതൊരു സമോസയുടെ ഷേപ്പായിട്ടില്ലേ, ഒട്ടും ഇങ്ങനെ ഹോളും ഉള്ളിൽ വരരുത് കേട്ടോ. അവിടെ നന്നായിട്ട് നമ്മളിങ്ങനെ ഒട്ടിച്ച് കൊടുക്കണം. ഇങ്ങനെ ഇങ്ങോട്ട് വലിച്ചിട്ട് ഇപ്പുറത്തെ സൈഡിലേക്ക് നമുക്ക് വെക്കാനുള്ളത് ഉണ്ടാവില്ല. പക്ഷേ ആ എഡ്ജ് നമ്മൾ നന്നായിട്ട് കൈ കൊണ്ട് മൈദ വെച്ചിട്ട് നന്നായിട്ട് സീൽ ചെയ്യുക. അപ്പോൾ ഈ ബാക്കിയുള്ളതെല്ലാവരും ഇതേപോലെ തന്നെ റെഡിയാക്കിയിട്ട് എടുക്കുക. ഇത് നിങ്ങൾക്ക് ഇതേപോലെ റെഡിയാക്കി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇത് ഒരു സിപ്പ് ലോക്കിൻ്റെ കവറിലാക്കിയിട്ട് ഫ്രീസറിൽ എടുത്ത് വെച്ചാൽ മതി. അപ്പോൾ നമുക്ക് കുറച്ച് ദിവസം വരെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനും പറ്റും. അപ്പോൾ ഇതെല്ലാവരും ഇതേപോലെ ഇങ്ങനെ സമോസയുടെ ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് വറുത്തെടുക്കാം. ഇപ്പോൾ വറുത്തെടുക്കാനുള്ള ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഓയിൽ നന്നായിട്ട് ചൂടായി കഴിഞ്ഞിട്ട് വേണം ഇതിലേക്ക് സമോസ ഇടാൻ വേണ്ടിയിട്ട്. നമ്മൾ വറുത്ത് കോരിയിട്ട് എടുക്കണ വരെ തീ നന്നായിട്ട് കൂട്ടി വെക്കണം. തീ ഒരു സമയത്ത് ഒട്ടും കുറച്ച് വെക്കരുത്. തീ അങ്ങനെ കുറച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലേക്ക് ഓയിൽ പിടിക്കും. തീ നന്നായിട്ട് കൂട്ടി തന്നെ വയ്ക്കുക. ഇത് നമുക്ക് പെട്ടെന്ന് മുരിഞ്ഞിട്ട് കേട്ടോ. ഒരു സൈഡ് മുരിഞ്ഞ് കഴിഞ്ഞ് കഴിയുമ്പോൾ മറ്റേ സൈഡും തിരിച്ചിടുക. കാരണം ഇതിനകത്ത് നമുക്ക് ഇനി ഒന്നും വേവിക്കാനില്ലല്ലോ. അപ്പോൾ തീ നന്നായിട്ട് കൂട്ടി തന്നെ വയ്ക്കുക. ഇത് മുരിഞ്ഞ് നല്ലൊരു ഗോൾഡൻ കളറാവണം. ഇപ്പോൾ ഇത് മുരിഞ്ഞ് നല്ലൊരു ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇത് ഓയിലിൽ നിന്ന് എടുത്ത് മാറ്റാം. പെട്ടെന്ന് നമുക്ക് വറുത്ത് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. കാരണം കുറേ നേരം ഇട്ടിട്ട് ഓയിലിട്ടിട്ട് വറുക്കരുത്. അപ്പോൾ ഒരു ഡാർക്ക് ബ്രൗൺ ആവും. ഇതിങ്ങനെ നമ്മൾ വറുത്ത് കോരിയിട്ട് എടുക്കുമ്പോൾ ഒട്ടും ഓയിൽ കുടിക്കില്ല. തീ എങ്ങാനും കുറച്ച് വെച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ ഓയിൽ പിടിക്കും. ലാസ്റ്റ് ട്രിപ്പും റെഡി ആയിട്ടുണ്ട്.
ഇപ്പോൾ നമ്മുടെ സമോസ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ സമോസ നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട് കേട്ടോ. ചൂടാറി കഴിഞ്ഞാലും ഇത് നല്ല ക്രിസ്പി ആയിട്ടായിരിക്കും. അത് ഞാൻ ആ പറഞ്ഞ പോലെ നിങ്ങൾ വറുത്തിട്ട് എടുക്കണം. തീ ഒരു സമയത്തും കൂട്ടി വയ്ക്കരുത്. തീ കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ ഓയിൽ പിടിക്കും. തീ നന്നായിട്ട് കൂട്ടി വെച്ചിട്ട് നമ്മൾ വറുത്തിട്ട് എടുക്കുമ്പോൾ ഒട്ടും ഓയിൽ പിടിക്കില്ല, നന്നായിട്ട് മുരിഞ്ഞ് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതേപോലെ നമുക്ക് റെഡി ആക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്കിത് ഫ്രീസറിൽ സ്റ്റോർ ചെയ്ത് വെക്കാം. ആവശ്യത്തിന് എടുത്തിട്ട് നമ്മൾ ഫ്രൈ ചെയ്താലും കുഴപ്പമില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടമാവും. ഇത് ചൂടാറി കഴിഞ്ഞാൽ നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. അപ്പോൾ ചൂടാറി കഴിഞ്ഞാലും കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും.